ഓക്കെ ഓക്കെ. അവസാനം ഞാൻ 3G ആവൂ? ആ അല്ല, നിന്റെ കാര്യം ഉണ്ടോന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ശരി എന്നാ ഓക്കെ. എന്നാ പിന്നെ നാണോ ഇല്ലല്ലേ ഇങ്ങനെ പൈസ ഇരക്കെ? ആരായിരുന്നു? നിന്റെ അമ്മായിരെ മോൻ. ആഹാ, അമ്മായിരെ മോനാ? നീ കണ്ട ഞാൻ പൈസ എടുക്കുന്നത്? പിന്നെ ചോദിക്കാനായിട്ടല്ലോ. ഉണ്ടോ? അഡ്വാൻസ് സെറ്റ് ചെയ്യാൻ പറ്റൂ? എന്തായിരുന്നു? വേറെ സെറ്റപ്പ്. വേറെ സെറ്റപ്പാ? അയ്യോ, എന്താന്ന്? അയ്യോ, ഇവര് വാച്ചാ? സ്കോച്ച്. സ്കോച്ച്? നീ ഇത്ര വലിയ ഫോൺ കാണില്ലേ കയ്യിരിക്കണ? ഫോണുണ്ട്. നിനക്ക് വലിയ ആഗ്രഹങ്ങൾ. ഫോൺ മേടിക്കാനോ? ഈ ഫോൺ എനിക്ക് തരാൻ പോണാ? പങ്കൾ ഏത് പോയിക്കും? ഈ ഫോൺ ഞാൻ നിനക്ക് തന്നിട്ട് നീ മഞ്ഞു കൊണ്ട്. പിന്നെ എന്ത് സംഭവം എനിക്കൊന്നും മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞു തരാം. എടി, നിനക്ക് ഒരു ഐഫോൺ ഒക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹമില്ലേ? അതൊക്കെ ഉണ്ട്, എനിക്ക് ആര് മേടിച്ചു തരാം? നിനക്ക് ആര് വാങ്ങിച്ചു തരാന്ന്? അങ്കിളേക്ക് ഐഫോൺ മേടിച്ചു തരുമോ? പക്ഷെ പൈസ നീ കൊണ്ടുവന്നു. എന്റെ കാശൊന്നുമില്ല. എടി, 10, 10,000, 20,000 രൂപ വ്യത്യാസമാണ്. എന്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് പറഞ്ഞു കൊണ്ടുവരാന്ന് പറഞ്ഞു. പറയണം വാങ്ങിക്കാം. പക്ഷെ എന്റെ ബാക്കി പൈസ ഇല്ലല്ലോ. ബാക്കി പൈസ ഇല്ല? അച്ഛനത് ചോദിക്കണം. സാറിന്റെ പിള്ളേർ എങ്ങനെയാണ് ചെയ്യണത്? അച്ഛന്മാരല്ലേ ചോദിക്കണത്? എന്റെ അച്ഛൻ അറിയൊന്നുമില്ല. അത് അച്ഛൻ അറിഞ്ഞൂടെ? അച്ഛനെ അറിഞ്ഞൂടെന്നാ? ചെറിയൊരു പരിചയമുണ്ട്. അതല്ല, പിശുക്കനാണെന്ന് അറിഞ്ഞൂടേന്ന്. അങ്ങനെ എന്റെ അച്ഛൻ തൊഴിലുറപ്പിന് പോണ ആളൊന്നും അല്ലല്ലോ. ഒരു ബാങ്ക് മാനേജർ അല്ലേ? ഒരു ബാങ്ക് മാനേജറിന്റെ ബോളായ നിനക്ക് ഒരു ഐഫോണൊക്കെ നിനക്കൊരു നാണമൊന്നുമില്ല നിന്റെ കൂട്ടുകാരെ കൂടെ പോകുമ്പോ? ഉണ്ട്. നമ്മൾ കട്ടക്ക് ചോദിക്കണം. നിനക്കാ ഉത്സവം? അവിടെ നോക്കട്ടെ നിന്റെ ഉത്സവം. ഇങ്ങനെ കാണിച്ച എന്റെ അർത്ഥം ഉത്സവം ഉണ്ട്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തന്ന ആ അച്ഛന്റെ ആ ഒരു മടി ഇതിലും ഉണ്ട്. അത് പോരാ, നമ്മൾ തൈ നിക്കണം. നമ്മളെ ചോദിക്കണം, അച്ഛാ എനിക്ക് ഫോൺ വേണം, അച്ഛാ അച്ഛാ നീ ഫോൺ വാങ്ങിച്ചാ. ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല അച്ഛാ, കല്യാണം കഴിപ്പിച്ചാലും ചോദിച്ചില്ല, ഒരു ഫോണല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കണം. ബാക്കി നിന്റെ മിടുക്കാണ്. നീയാണ് നിന്റെ അച്ഛന്റെ ഉണ്ട മോള്, മനസ്സിലായ? നീ ഒന്ന് വിരുവിരിപ്പിക്കണം ചുമ്മാ ഇരുന്ന്. സെറ്റ് ആക്കണം.